ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വുഡൻ സ്പൂൺ. നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതെ, യെസ്, 3 പേരുണ്ട് ഇന്ന്. അന്ന് നമ്മൾ ചെയ്തപ്പോ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ 3 പേരുണ്ട്. എന്തോ കുക്ക് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് 2 ലോട്ട് തരാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഞങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്യണം, അത് കുക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോ ഞാൻ 2 ലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം സെലക്ട് ചെയ്യണം നിങ്ങൾ. എന്നിട്ട് ഇതിൽ തരുന്ന ഫുഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എല്ലാരും 3 പേര്. ഓക്കെ, എടുത്തോ. തുറക്കട്ടെ. ഐറ്റംസ് ഒക്കെ ഷവർമ നമുക്ക് ഉണ്ടാക്കാനുള്ള ഇത്. ഓക്കെ, അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ കോമൺ ആയിരിക്കും. നിങ്ങളുടേതായ രീതിയിൽ കുക്ക് ചെയ്യണം. ലാസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ 1 മണിക്കൂർ കൂടുതലെടുത്ത്, അപ്പൊ മാക്സിമം 1.5 മണിക്കൂർ അതിന് മുമ്പ് റെഡിയാക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഈ വട്ടവും നമുക്ക് എന്താ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. എല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ല. വെജിറ്റബിൾസ് മിസ്സിംഗ്, ക്യാബേജ് മിസ്സിംഗ് ഉണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് ക്യാപ്സിക്കം, ഓണിയൻ, ക്യാരറ്റ്, ടൊമാറ്റോ, കുബൂസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. പിന്നെ പൊടികളൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇല്ലയോ, സോസും അതുകൊണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കുക്കിംഗ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടി. പിന്നെ 3 പേരും അവരവരുടെ ഐഡിയാസ് വെച്ചിട്ട് ഉണ്ടാക്കണം. എന്തോ അറിയത്തില്ല, സാധനങ്ങൾക്ക് ഷോർട്ടേജും ഉണ്ട്. അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരാളെ പറഞ്ഞ് ജോലി ചെയ്യും, പാരൊക്കെ എടുത്തു പോയി. ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലാതെ ഓരോ ടൈമല്ലേ വേണമെന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തോ. വീട് തുടങ്ങി കഴിഞ്ഞ് ഇതില്ല, കത്തിയില്ല. അമ്പാലിക്ക് പാൻ കിട്ടിയിട്ടില്ല, പാനിൽ പോയിട്ടുണ്ട്. ഈ സെക്കൻഡ് കിച്ചണില്ല അവിടെ. ഞാൻ ചോദിച്ചോട്ടെ, 3 പേര് ഒരു സാധനം ഉണ്ടാക്കുന്നത് ഓരോരുത്തരും ഉണ്ടാക്കുക? അല്ല, 3 പേര് സെയിം സാധനം. ഒരാള് ഒന്ന് നോക്കാനുള്ള സാധനം. നമുക്ക് ഇനിയിപ്പോ ഇത് ക്ലീൻ ചെയ്യാം. നെക്സ്റ്റ് ചിക്കൻ നമുക്ക് കഴുകാം. ചിക്കൻ കഴുകി വെച്ചേക്കും. കട്ടിംഗ് ബോർഡല്ലേ ഇവിടെ ഇരിക്കുന്നിടത്തോട്ട് പോച്ചേ മാറി. ഞാൻ എവിടെ കിടക്കുന്ന നോക്ക്. എന്റെ എല്ലാം അരിഞ്ഞ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാണോ കുറെ സവാള മാത്രം അരിഞ്ഞുള്ളത്. അമ്പാലി എന്താ വെട്ടിക്കൂട്ടുണ്ട്. അമ്പാലി എന്തൊക്കെയോ വെട്ടിക്കൂട്ടും. കാര്യമില്ല. കതി പറഞ്ഞിരുന്നു. 2 വിഷയം. കഴിഞ്ഞ പ്രാവശ്യമേ 1/2 കിലോ ചിക്കൻ എടുത്തോണ്ടിട്ട് 2 ചിക്കൻ മതി കേട്ടോ. അവിയല് വെക്കാനായിട്ട് 1 പാത്രം പച്ചക്കറികള് വെട്ടിക്കൂട്ടി അറിഞ്ഞിട്ടുണ്ട്. ഇയാളെ അവിയൽ പാത്രം കണ്ണരി. ശേഷം നമ്മുടെ ചിക്കനെ ഉപ്പൊന്നും തേച്ചില്ല. അയ്യോ, നീ ചിക്കൻ അല്ലാണ്ട് എടുത്തോ. എല്ലാം കൂടെ അരിഞ്ഞ് അവരൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങി. ഇവിടെ അരിഞ്ഞ് തള്ളുന്നതേ ഉള്ളൂ. കട്ടി കരിയുന്നു. ഇതെങ്ങനെയാണ് അടച്ചു വെച്ചത്? പച്ച കാണിച്ചത് ചച്ചു മാറിപ്പോ. ചച്ചു ചിക്കൻ ബ്രസ്റ്റ് ആണോ ഇത്? ചിക്കൻ ബ്രസ്റ്റ്. ഞാൻ എന്റെ വെജീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാ ഉദ്ദേശിച്ചത് കേട്ടോ? ചിക്കൻ യു നോ ഇംഗ്ലീഷ് മാറ്റിയൊക്കെ മാറും. മീൻ അവിടെ തേഞ്ഞു ഗൈസ്. മീനുണ്ട്. ഇതെന്തോ ചളക്കുന്നത്. അമ്മ ഈ വീഡിയോ കാണുമ്പോ ചിക്കൻ റോസ്റ്റ് മീനുടെ മൈൻഡ് എല്ലാം പോയി ഗൈസ്. മീൻ ഉദ്ദേശിച്ചില്ല. അല്ലല്ല, എനിക്ക് ഉദ്ദേശിക്കുന്ന ഒരു പ്രശ്നവുമില്ല. പിന്നെന്താണ്? നമ്മുടെ പ്രോസസ്സിലല്ലോ കാര്യം, നമ്മുടെ റിസൾട്ടിലല്ലേ കാര്യം.
എനിക്ക് വയ്യ guys. ടർമറിക് പൗഡർ. ഇവിടെ കുക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്. തുടങ്ങോ ഹാഫ് കുക്ക് മതി വെച്ചു. ലാസ്റ്റ് മയണൈസിന്റെ എന്റെയോ കുഴപ്പമില്ല. റാപ്പ് ചെയ്യുമല്ലോ. ഒന്ന് ഉരുട്ടിട്ട് റാപ്പ്. അങ്ങനെയല്ല ഉരുട്ട് ഇവിടെ കടല്ലേ അകത്തോട്ട് കേട്ട്. ഇരിക്കുന്ന എന്റെ ഷവർമ. ഓക്കെ പ്രൊഫഷണൽ കണ്ടി ഷവർമ കടലാണോ ജോലി? ഇവിടുന്ന് കൊണ്ടുവരണോ? എല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെ മുളകുന്നത് നടക്കണ്ടേ? ഫില്ലിങ്ങും കൂടെ വെക്കട്ടെ. ഓക്കെ. അഞ്ചാറ് എന്റെ വെട്ടിക്കൂട്ട് പച്ചക്കറിയാണ്. അമ്പാടിയുടെ ആണെന്ന് എനിക്ക് ചൂട നല്ലത് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ സാധനങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആരാ ഞാനോ? നീ അമ്പാലി വെച്ചതുണ്ടായിരുന്നോ? മനസ്സിലാവാൻ പ്രത്യേകം ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ അതോടെ വെച്ച് ഉണ്ടായിരുന്നു. കേൾക്കുന്ന സാധനം വെട്ടേക്ക് ഷവർമ. ഞങ്ങൾ 3 പേരും അരമണിക്കൂറല്ലേ എടുത്തുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റിംഗിലേക്ക് പോയാലോ? ക്യാമറാമാനാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല, പകരം ക്യാമറാമാനാ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്നത് കറക്റ്റ് ആയിട്ട് റോൾ തുറന്ന് കഴിക്കണം കേട്ടോ. ഫുൾ തുറക്കണം കേട്ടോ. എങ്ങനെയും ഒക്കെ കഴിക്കുമല്ലോ. അപ്പൊ കഴിച്ചിട്ട് ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ തരണം. ഓക്കെ, ഫസ്റ്റ് തന്നോ. ഓപ്പൺ ചെയ്യേണ്ടത് ലുക്ക് വൈസ് ലുക്ക് വൈസ് നോക്കിയാല് 2 സൈഡ് അകത്തോട്ട് ഫോൾഡ് ചെയ്യാറുണ്ട്. എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നേക്കോ ഇത്. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടാമതാണല്ലോ നോക്കാമേ. ഓക്കെ, ഇത് സാൻഡ്വിച്ച് ഇല്ല, നന്നായിട്ട് ഫോൾഡ് ചെയ്തേക്കോ. പക്ഷെ ഇങ്ങനെ റോൾ ആയിട്ടിരിക്കുമല്ലോ, ഇങ്ങനെ പരന്നിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം. ഓക്കെ, റിപ്ലൈ പറയണം. ഓക്കെ, 3 നേരം ഇനി നമുക്ക് ലാസ്റ്റിലിട്ട് നോക്കാം. ഓക്കെ, തന്നോ. ഓക്കെ, ഇത് പക്കായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ടല്ലോ, ഹോട്ടാണ്. അകത്തേക്കൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ലുക്ക് വൈസ് ഓക്കെ. ടേസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ കഴിച്ചു നോക്കിയതിൽ അമ്പാലിടുന്നതാണെങ്കിൽ ചൈനീസ് എഫക്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. അല്ല, വായിട്ട് നോക്കുമ്പോഴേ അല്ല ചുമയ്ക്കും. ഇച്ചിരി എരിയുടെ വിഷയം ഉണ്ടായിരുന്നു. മീനുണ്ട് നോക്കുവാണെങ്കിൽ മഞ്ഞപ്പൊടി ഇച്ചിരി അധികമായിരുന്നു. അഞ്ചിട്ട് നോക്കുവാണെങ്കിൽ പച്ചക്കറികൾ കണ്ടാമുണ്ട മുറിച്ചിട്ട് കിടക്കും. ഭയങ്കര വലിയ പീസായിട്ട് പച്ചക്കറികൾ കിടക്കുന്നത്. ടേസ്റ്റ് വൈസ് 3ഉം കൊള്ളാം. 3ഉം ഡിഫറെന്റ് ടേസ്റ്റാ. എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റാ 3നും. ആ മസാലാസ് എല്ലാം സംഭവം ഡിഫറെന്റ് ടേസ്റ്റാ 3ഉം കൊള്ളാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.